പള്ളി നിർമ്മാണം കഴിഞ്ഞ് വാങ്ക് കൊടുക്കാൻ ആദ്യമായി ആരെ വിളിക്കുമെന്നുള്ള ആലോചനയാണ്. കിബാർ സ്വഹാബത്തിൽപ്പെട്ട ഓരോരുത്തരും കരുതി റസൂലുള്ളാഹി എന്നെ വിളിക്കും. സിദ്ദീഖും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹു, വലിയ വലിയ അഷ്റാഫിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളെല്ലാം കരുതി റസൂലുള്ളാഹി എന്തായാലും എന്നെ വിളിക്കായിരിക്കും. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നബി പറയാൻ പോകുന്നത്? ആരെയാണ് വിളിക്കാൻ പോകുന്നത്? സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബികളോട് റസൂലുള്ളാഹി പറഞ്ഞു, ഐന ബിലാൽ. അത് വല്ലാത്തൊരു വർത്തമാനമാണ്. ഐന ബിലാൽ, എവിടെ എൻ്റെ ബിലാൽ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ എൻ്റെ ബിലാൽ? പിന്നിൽ നിന്നൊരു മനുഷ്യൻ ഇങ്ങനെ, നബിയേ ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. ബിലാൽ ഇവിടെ ഉണ്ട് നബിയേ, ബിലാലെ നിങ്ങൾ മുന്നോട്ട് വരൂ. അദ്ദിൻ ലിന്നാസി യാ ബിലാൽ, ബിലാലെ നിങ്ങളൊന്ന് വാങ്ക് കൊടുക്ക്. വാങ്ക് കൊടുക്കുന്നതിനേക്കാൾ മഹത്തരമായ ഉത്തരവാദിത്തം മറ്റെന്താണ് ലോകത്തുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രയും പ്രഗത്ഭരായ സ്വഹാബികളുടെ മുന്നിൽ നിന്ന് നീഗ്രോയായ, അടിമയായിരുന്ന, ഒന്നിനും കൊള്ളാത്തവനെന്നെല്ലാവരും കരുതിയിരുന്ന ബിലാലിനെ മുന്നിലേക്ക് വിളിച്ച് വാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ബിലാൽ കരുതിയിട്ടുണ്ടാവണം, പടച്ചോനെ റബ്ബേ, ബിലാൽ പിന്നിൽ നിന്ന് മുന്നിലേക്ക് എത്തുന്ന ചെറിയൊരു സമയം ഉണ്ടാവുമല്ലോ. അദ്ദേഹം ഇങ്ങനെ സ്വഹാബികളുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മുന്നിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളും നനഞ്ഞ് കുതിർന്നിട്ടുണ്ടാവണം. അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ മിന്നി മറിഞ്ഞിട്ടുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിലേക്ക് ഇങ്ങനെ വന്ന് നിന്നു. നബിയേ, എന്താണ് ബിലാൽ? അദ്ദിൻ ലിന്നാസി യാ ബിലാൽ, ലഹ്റുൽ മസ്ജിദിൽ കയറിയിട്ട് വാങ്ക് കൊടുക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം മദീനയിൽ നിൽക്കാൻ തോന്നാതിരുന്നത് വെറുതെയല്ല ബിലാലിന് റളിയല്ലാഹു അൻഹു. എന്തൊരു മനുഷ്യനാണ്, എന്തൊരു മനുഷ്യനാണ്. പിന്നെ സ്വപ്നത്തിൽ വന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ബിലാലെ നിങ്ങൾ എന്നോട് പിണക്കാണോ? ബിലാലെ നിങ്ങൾ എന്നോട് വിഷമത്തിലാണോ? എന്താണ് മദീനയിലേക്ക് വരാത്തത്? അങ്ങനെയാണ് പിന്നീട് ബിലാൽ മദീനയിലേക്ക് എത്തുന്നത്. ചരിത്രങ്ങൾ പലതുമുണ്ട്. റസൂലുള്ളാഹി ഇല്ലാത്ത മദീനത്തൊന്ന് വാങ്ക് കൊടുക്കാൻ ബിലാലിന് കഴിയുമായിരുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളില്ലാത്ത മദീനയുടെ മണ്ണിലേക്ക് ബിലാൽ ആദ്യമായിട്ട് ചവിട്ടുകയാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. നബിയെ, നിങ്ങൾ എന്നെ വിളിച്ചിരുന്നില്ലേ? വാങ്ക് കൊടുക്കാൻ എന്നെ വിളിക്കണേ എന്ന് ഓരോരുത്തരും കരുതിയ നിമിഷം ഉന്നതരായ സ്വഹാബികൾക്കിടയിൽ നിന്ന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ബിലാലായ എന്നെ നോക്കിയിട്ട് നിങ്ങൾ വിളിച്ചില്ലേ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ കലിമത്ത് പറഞ്ഞതിൻ്റെ പേരിലാണ് ബിലാലിൻ്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചത്. എത്ര വേദന സഹിച്ചപ്പോഴും അഹദ് അഹദ് എന്ന് പറഞ്ഞ് ആ ഷഹാദത്തിൻ്റെ കലിമത്ത് ഉരുവിട്ടുകൊണ്ടേയിരുന്നതിനാലാണ് ബിലാൽ ഈ കണ്ട മർദ്ദനങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിയത്. ആ ബിലാലിനെ വിളിച്ചിട്ട് വാങ്ക് കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇതേ സംഭവം തന്നെ മക്കം ഫത്ഹായതിന് ശേഷവും ലഹ്റുൽ കഅബയിൽ കയറി നിന്നുകൊണ്ട് വാങ്ക് കൊടുക്കാൻ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ തന്നെ വിളിക്കുന്നുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ? മക്കയിൽ. ഏത് മക്ക? ഏതാണ് നവാഹി മക്ക എന്ന് പറഞ്ഞാൽ? ഇതേ കലിമത്ത് ഉച്ചരിച്ചതിൻ്റെ ഒറ്റ കാരണത്താൽ നെഞ്ചിനു മുകളിൽ പാറക്കല്ല് കയറ്റി വെച്ച് ഉപദ്രവിച്ച മക്ക മണലാരണ്യം. അതേ ജിബാലുകളെ തന്നെ സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദിൻ ലിന്നാസി യാ ബിലാൽ വാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം ആ തൗഹീദിൻ്റെ കലിമത്ത് പറയുമ്പോൾ സാധാരണ മറ്റുള്ളവർ പറയുന്നത് പോലെ ആയിരിക്കില്ല.